അന്തർദേശീയ ബന്ധങ്ങളുള്ള മോഷണം, അതിലെ മോഷ്ടിക്കപ്പെട്ട സ്വർണം കണ്ടെടുക്കാനും വീണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനും കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ നേതൃത്വത്തെ പലരെയും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. പുതിയ ആളുകളെ അന്വേഷണത്തിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിലും ഗവൺമെൻറ് ഇടപെടലുണ്ടായി എന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അന്വേഷണം കുറേ കൂടി ദ്രുതഗതിയിലാകണം. ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രതികളെയും, പ്രതികളാക്കപ്പെടേണ്ട എല്ലാവരെയും പ്രതികളാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കണം. നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാൻ സാധിക്കണം. എത്രയോ മാസമായി ഇതിൻ്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നു. നഷ്ടപ്പെട്ട എത്രയും തിട്ടപ്പെടുത്തിയിട്ടില്ല. അത് വീണ്ടെടുക്കാനുള്ള നടപടികൾ ദ്രുതപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന പ്രതികൾ CPM നേതാക്കന്മാർ, മുൻ MLA പത്മകുമാർ ഉൾപ്പെടെയുള്ള മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന വാസു ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോഴും CPM നേതൃത്വം സംരക്ഷിക്കുകയാണ്, ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. എത്രയോ തവണ അവരുടെ ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയത് മതിയായ കാരണങ്ങൾ സഹിതമാണ്. ഇത്രയും ദൈർഘ്യമേറിയ കാലത്ത് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കെതിരെ പാർട്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഒരു നടപടിയും, സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് വന്നാൽ മതി. ഒരക്ഷരക്ക നടപടിയും പാർട്ടി തലത്തിൽ സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അവരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്തുകൊണ്ട് CPMൻ്റെ അവകാശവാദങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഞങ്ങളുടെ അവകാശവാദങ്ങൾ ഞങ്ങളാരും പറഞ്ഞതല്ല. പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളാണ് 110 സീറ്റുകളിൽ UDF പാർലമെൻറ്റ് ഇലക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നു, അസംബ്ലി സെഗ്മെൻറ്റ് വൈസ് പറഞ്ഞത് മാധ്യമങ്ങളാണ്. കാര്യകാരണ സഹിതമാണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലെ കണക്ക് വെച്ചാണ്. ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2-3 തട്ടുകളിൽ വാർഡുകളിലെ പ്രതികരണമാണ് കണ്ടത്. ഇപ്പോഴും സംരക്ഷിക്കുന്ന CPMന്റെ ഇപ്പോൾ പത്മകുമാർ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് സണ്ണി ജോസഫ് ആരോപിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടില്ല.